സ്നേഹം നിറയും ദൈവസ്വരം കാതോർക്കാം, ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളാവുവിൻ എന്നോർമ്മിപ്പിക്കുന്ന കർത്താവായ ദൈവമേ, ശ്രദ്ധയോടെ ജീവിക്കുന്നവരാകാൻ, തിരുവചനമനുസരിച്ച് അതിൻ്റെ ഓരോ അർത്ഥങ്ങളും മനസ്സിലാക്കി ജീവിക്കുന്നവരാക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹായകനായ പരിശുദ്ധാത്മാവെ, ഈ തിരുവചന ധ്യാനത്തിൽ ഞങ്ങളോട് കൂടെ ഞങ്ങളുടെ ഓരോ ചിന്തകളെയും വിശുദ്ധീകരിച്ച് കൃപയുള്ളതാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 16, 18 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്ത്യരുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞു, ഈ പ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തി. അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി. ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ 7 മുടിച്ചുരുളുകൾ ക്ഷൗരം ചെയ്യിച്ചു. അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. അവൾ പറഞ്ഞു, സാംസൺ, ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ അവൻ ഉറക്കമുണർന്നു പറഞ്ഞു, മറ്റവസരങ്ങളിൽ എന്നതുപോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വതന്ത്രനാക്കും. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. ഫിലിസ്ത്യർ അവനെ പിടിച്ച് കണ്ണ് ചുഴുന്നെടുത്ത് ഗാസയിലേക്ക് കൊണ്ടുപോയി ഓട്ടുചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഈ സാംസന്റെ കഥ വായിക്കുമ്പോൾ ചെറുപ്പത്തിൽ കാറ്റഗിസം ക്ലാസ്സിൽ സിസ്റ്റർ പറഞ്ഞു തന്ന ഒരു കഥ മനസ്സിലേക്ക് ഓർമ്മ വരിക. ഒരു സുന്ദരിക്കാക്കയുടെ ഒരു കഥ വായിച്ചതോർക്കുക, പറഞ്ഞതിൻ്റെ പൂർണ്ണ രൂപത്തിൽ മനസ്സിലാക്കുക. സുന്ദരിക്കാക്ക തൻ്റെ കുഞ്ഞുങ്ങളെ ഏറെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ ഒരു നല്ല കൂട് നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുക. ഒരു നല്ല മരക്കൊമ്പിൽ ശക്തമായ ഒരു കൂട് നിർമ്മാണത്തിൽ ഈ സുന്ദരിക്കാക്ക ഏർപ്പെടുകയാണ്. ഓരോ ചെറിയ ചില്ലക്കമ്പുകൾ കൊണ്ട്, ചെറിയ ചെറിയ ചവറുകൾ കൊണ്ടൊക്കെ ഒരു നല്ല കൂട് ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ പണികൾ ഏറ്റവും പെട്ടെന്ന് പൂർത്തിയാകുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തിയ സമയത്ത് നിലത്ത് കിടക്കുന്ന സുന്ദരമായ ഒരു കമ്പ് കാണുക. സ്വർണ്ണ നിറമുള്ള, മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു കമ്പ് നിലത്ത് കിടക്കുന്നത് കാണാം. സുന്ദരിക്കാക്ക സന്തോഷത്തോടു കൂടിയിട്ട് ആ കമ്പുമായിട്ട് ഈ കൂട്ടിൽ വെക്കാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ ആ സമയത്ത് അവിടെ നിൽക്കുന്നവർ, ബാക്കിയുള്ളവർ പറഞ്ഞു, അത് വെക്കരുത്, അത് അപകടമാണ് എന്നിങ്ങനെ പറയാം. പക്ഷേ ഈ സുന്ദരിക്കാക്ക അതൊന്നും ശ്രദ്ധിക്കാതെ ഈ സുന്ദരമായ ഏറ്റവും ഭംഗിയുള്ള ഈ ഒരു ചെറിയ കമ്പ് കൂടെ അതിൽ ശേഖരിച്ച് വെക്കുക. കാണാൻ ഭംഗിയുള്ള, ഏറ്റവും നല്ല രീതിയിൽ ആകർഷകമായ അതുകൂടെ ആ കൂട്ടിൽ ചേർത്ത് വെച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ അതിൽ ആക്കിയതിന് ശേഷം ഈ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് ഈ പാവം സുന്ദരിക്കാക്ക പുറത്തേക്ക് പോവാം. അത് തീറ്റയുമായി തിരിച്ചു വന്ന് നോക്കുമ്പോൾ വലിയൊരു ദുരന്തം ഈ കാക്ക ഇങ്ങനെ കാണുക. ആ നിർമ്മിച്ചിരുന്ന കൂട് മുഴുവൻ ഇങ്ങനെ തകർന്ന് കത്തിച്ചാമ്പലായിരിക്കുന്ന ഒരു ദൃശ്യം ഇങ്ങനെ ഈ സുന്ദരിക്കാക്ക കാണാം. അതിനേക്കാൾ ഉപരിയായിട്ട് താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന തൻ്റെ ആ പൊന്നോമനകളായ കുഞ്ഞുങ്ങൾ വെന്ത് നേറി മരിച്ചു കിടക്കുന്നത് ആ കാഴ്ച സുന്ദരിക്കാക്കയെ ഒരുപാട് അസ്വസ്ഥതപ്പെടുത്തുക. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ, ഇത്രയും നല്ല രീതിയിലുള്ള ഒരു കൂട് നശിച്ചു പോയത് എന്ന് ചോദിച്ചപ്പോൾ സുന്ദരിക്കാക്ക ഇങ്ങനെ ചോദിച്ച സമയത്ത് ബാക്കിയുള്ളവർ പറഞ്ഞു, നിന്നോട് പറഞ്ഞതല്ലേ ആ ഒരു കമ്പ് അതിൽ ചേർത്ത് വെക്കരുതെന്ന്. ആ കമ്പിൻ്റെ അറ്റത്ത് ചെറിയ ഒരു തീ ഉണ്ടായിരുന്നു. ആ തീയുടെ പവർ പിന്നീട് പതുക്കെ പതുക്കെ ആ കൂടിൽ മുഴുവൻ നിറഞ്ഞിട്ട് അത് പതുക്കെ ചാമ്പലായി തീരുകയായിരുന്നു. നിന്റെ കുഞ്ഞുങ്ങളുടെ നാശത്തിന് ആ ഒരു ചില്ലക്കമ്പ് കാരണമായി എന്ന് പറയുക. അതിനുശേഷം ആ സിസ്റ്റർ ക്ലാസ്സിൽ ഇങ്ങനെ ഞങ്ങളോട് പറയായിരുന്നു, എൻ്റെ മക്കളെ, നമ്മളുടെ ജീവിതത്തിലേക്ക് ചില ചുള്ളിക്കമ്പുകൾ, ഇതുപോലെയുള്ള ആകർഷകമായ ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചാൽ വലിയ ഒരു ദുരന്തത്തിന് നമ്മൾ സാക്ഷികളായി തീരുമെന്ന്. സ്നേഹിതരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ സാംസന്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു ദുരന്തം എന്നുള്ളത് ആ സുന്ദരിക്കാക്ക ശേഖരിച്ചു വെച്ചതുപോലെ ദലീല എന്ന് പറയുന്ന ഒരു സുന്ദരിയായ സ്ത്രീയെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചത് വലിയൊരു ദുരന്തത്തിന് കാരണമായിട്ട് തീരാം.
തെറ്റായ ഒരു സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ശക്തിയും ചോർന്നു പോകും എന്ന് പറയുന്ന രീതിയിലാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മളെ ഈ ഒരു സാംസന്റെ കഥയിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി ഈ വചനം കേൾക്കാനായിട്ട് കാതോർത്തിരിക്കുന്ന നമുക്ക് ധ്യാനിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്, നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം എങ്ങനെയാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ചില ബന്ധങ്ങളുണ്ടോ? ആർക്കും ഒറ്റയ്ക്ക് ജീവിക്കാനാവില്ല എന്നത് സ്വാഭാവിക. പക്ഷേ ജീവിക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്ന സൗഹൃദങ്ങൾ പൂർണ്ണമായില്ലെങ്കിൽ അതൊരു പക്ഷേ ജീവിതത്തിൻ്റെ മുഴുവൻ നാശത്തിന് കാരണമാകും എന്നോർമ്മിപ്പിക്കുക. ഇന്ന് നമ്മൾ ഈ ഒരു തിരുവചന ഭാഗം വെച്ച് സാംസന്റെ ജീവിതത്തിൽ സംഭവിച്ച 4 പ്രധാനപ്പെട്ട ദുരിതങ്ങൾ ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ അതിൽ ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് ഓർക്കുകയും ചില വ്യക്തിബന്ധങ്ങൾ അത് നശിപ്പിച്ച് കളയാനുള്ള ഒരു തീരുമാനം ഇന്ന് എടുക്കാനായിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം. സൗഹൃദത്തിൻ്റെ അർത്ഥതലങ്ങൾ തേടി യാത്ര ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും ഒക്കെ. പക്ഷേ ഈ സൗഹൃദങ്ങൾ നമ്മൾ ചേർത്ത് വെച്ചത് സാംസന്റെ സൗഹൃദം പോലെയുള്ള ചില സൗഹൃദങ്ങളുണ്ടോ എന്നോർക്ക്. സാംസന്റെ ജീവിതത്തിൽ അവൻ ശേഖരിച്ച ഒരു നല്ല സൗഹൃദമായിരുന്നു ഈ ദലീല എന്നാണ് അവൻ കരുതിയത്. പക്ഷേ അവൻ്റെ ആ കാഴ്ചപ്പാടുകൾ മുഴുവൻ തകരുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ മുഴുവൻ സംഭവിച്ചത്. ഓർക്കണം, ദലീല എന്ന് പറയുന്ന സ്ത്രീയെ സാംസൺ ഇങ്ങനെ ചേർത്ത് വെച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങൾ എന്താണ് എന്ന് തിരുവചനത്തിൻ്റെ 1-2 വാചകങ്ങളിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം, സാംസൺ ദലീല എന്ന സുഹൃത്തുമായി കുറച്ച് അടുപ്പത്തിൽ അടുപ്പം സൂക്ഷിച്ച സമയത്ത് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആദ്യത്തെ ദുരന്തം എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ഉണർവും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഈ വചനം കേൾക്കുന്നവരെ ഓർത്തേൻ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ശക്തമായ ഒരു ഉണർവോടുകൂടെയാണോ ജീവിക്കുന്നത്? ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഉണർവോട് കൂടെ ആയിരിക്കാനാണ് ശിഷ്യന്മാരോട് ഓരോ ഗുരുക്കന്മാരും ഓർമ്മിപ്പിക്കുന്നത്. ആ ബുദ്ധനൊക്കെ ആ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നോക്കിയിട്ട് പറയുന്ന കാര്യമുണ്ട്. ചിലരെ മാത്രം ഇങ്ങനെ ബുദ്ധൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, ഇവൻ്റെ കണ്ണുകളിൽ ഒരു ഉണർവുണ്ട്, ഇവൻ്റെ കണ്ണുകളിൽ ഒരു തീക്ഷ്ണതയുണ്ട്, അതുകൊണ്ട് ഇവനെ ഞാൻ എൻ്റെ ശിഷ്യനും എൻ്റെ സുഹൃത്തുമാക്കി മാറ്റുകയാണ് എന്നിങ്ങനെ പറയുന്നത് നമ്മൾ ബുദ്ധൻ്റെ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ക്രിസ്തു തിരഞ്ഞെടുക്കുന്ന ആ 12 ശിഷ്യന്മാരെയും അവനിങ്ങനെ മാറോട് ചേർക്കുമ്പോൾ അവൻ നോക്കിയിരുന്നത് അവരുടെ ഉള്ളിൽ ഉണർവിൻ്റെ അംശത്തെക്കുറിച്ചാണ്. ആ ഉണർവ് എപ്പോഴൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ അപ്പോഴൊക്കെ ക്രിസ്തു അവരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എൻ്റെ മക്കളെ നിങ്ങൾ ഉണർവുള്ളവരായിട്ട് തീര്. ആ ഗത്സമനിയുടെ വേദനയിലൂടെ ക്രിസ്തു കടന്നു പോകുമ്പോഴും അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറയണത്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ജീവിതത്തിന് നന്മയുണ്ടാവണമെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു പ്രസന്റ് സെനാരിയോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണർവില്ലാത്ത ഒരു ജനതയായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. ഉറക്കത്തിൻ്റെ വലിയൊരു ലോകത്തിലേക്ക് അധപതിക്കുന്ന രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം. എന്തുകൊണ്ടാണ് ഈ ഒരു ഉറക്കമുണ്ടാകുന്നത്? അത് എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നെ വഴിതെറ്റിക്കുന്നതിൻ്റെ പേരിലാണ് എന്ന് തിരുവചനം പറയുന്നു. ഈ ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ ഏത് സമയത്തിലും ഉണർവോട് ജീവിച്ച മനുഷ്യനായിരുന്നു സാംസൺ. പക്ഷേ ദലീല എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ ചേർത്ത് പിടിച്ച് ഒരു സൗഹൃദം തുടങ്ങിയപ്പോൾ തിരുവചനം പറയാണ്, അവൻ പതുക്കെ അവൻ ഉറക്കത്തിലേക്ക് മയങ്ങിപ്പോയി. തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി എന്ന്. സ്നേഹമുള്ളവരെ ഒന്ന് ഓർത്തീൻ, നമ്മുടെ ജീവിതത്തിൽ ഈ വചനം കേൾക്കുന്ന സമയത്ത് ആരെങ്കിലും എന്നെ ഉറക്കുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ ഉണർവ് നശിപ്പിക്കുന്ന സുഹൃത്ത് എൻ്റെ ജീവിതത്തിലുണ്ടോ എന്നോർത്തീൻ. എത്ര യുദ്ധങ്ങൾ ജയിക്കാൻ ശക്തി ഉണ്ടായിരുന്ന അത്രയും ഉണർവോട് ജീവിച്ച മനുഷ്യനായിരുന്നു സാംസൺ. പക്ഷേ 1 മിനിറ്റ് നേരത്തെ സൗഹൃദത്തിൻ്റെ പാളിച്ച, 1 മിനിറ്റ് നേരത്തെ ആ ജീവിതത്തിൻ്റെ അശ്രദ്ധയോടുകൂടെയുള്ള ഒരു പെരുമാറ്റം അവൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ദുരന്തത്തിന് കാരണമായി എന്ന് തിരുവചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് കർത്താവ് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ നിന്റെ ഉണർവ് നഷ്ടപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തുണ്ടെങ്കിൽ അത് ഇന്ന് ഈ തിരുവചന ധ്യാനം കഴിയുന്നതിന് മുൻപ് നീ ഒരു തീരുമാനമെടുക്കുക. കർത്താവിനോട് പോയിട്ട് പറയുക, കർത്താവെ, ഇങ്ങനെ ഒരു സുഹൃത്ത് എൻ്റെ ജീവിതത്തിൻ്റെ ഉണർവ് നശിപ്പിക്കുന്ന ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ ഒരു കൃപ തരണമേ എന്ന് സ്നേഹത്തോടെ കർത്താവിനോട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് അവരുണർവിൻ്റെ വെട്ടം തരികയും കർത്താവ് എന്ന് പറയുന്ന, ക്രിസ്തു എന്ന് പറയുന്ന ഉണർവിൻ്റെ ആൾരൂപം വന്ന് നമ്മളെ താലോലിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടെത്തും.
അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം, ഒരു ഉണർവോട് കൂടെയുള്ള ഒരു ജീവിതം നൽകുന്ന, അങ്ങനെ നമ്മളെ വളർത്തുന്ന ചില സുഹൃത്തുക്കളെ ശേഖരിക്കുക. സാംസനെ പറ്റിയ ആ ദുരന്തത്തിന്റെ അവസ്ഥ, ദലീല എന്ന് പറയുന്ന സ്ത്രീയെ സ്വന്തമാക്കിയതിന്റെ പേരിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉണർവോടുകൂടെ ജീവിക്കുന്നവരാകാനായിട്ട് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി ഈ സാംസന്റെ ജീവിതത്തിൽ സംഭവിച്ച രണ്ടാമത്തെ പരിക്ക്, സാംസൺ ദലീലയുമായിട്ട് സ്നേഹത്തിലേർപ്പെട്ട സമയത്ത് അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ ശക്തിയും ചോർന്നുപോയി എന്ന തിരുവചനം പറയുന്നേ. അത് തിരുവചനത്തിൽ ഭംഗിയായിട്ട് ഒരു വിവരണം നടത്തുന്നുണ്ട്. ഈ ഫിലിസ്തീര് ഈ സാംസനെ കെട്ടിയിട്ട് 7 ഞാണ് കൊണ്ട് കെട്ടിയിടുക, ഞാണ് പോലെയുള്ള കയറുകൊണ്ട് നല്ല ശക്തമായ രീതിയിൽ സാംസൺ ഇങ്ങനെ കെട്ടിയിടുക. പക്ഷെ നാസീർ വൃതക്കാരനായ സാംസന് എത്ര വലിയ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാൻ ശക്തി ഉണ്ടായിരുന്ന, ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു സാംസൺ. പക്ഷേ ഒരു നിമിഷ നേരത്തെ അവന്റെ ജീവിതത്തിന്റെ പരാജയം, ദലീലയുമൊത്തുള്ള ആ ജീവിതം ആരംഭിച്ച സമയത്ത്, അവളുമായിട്ടുള്ള സൗഹൃദം തുടങ്ങിയ സമയത്ത് തിരുവചനം പറയാണ് അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ ശക്തിയും ചോർന്നുപോയി. അതുകൊണ്ടാണ് തിരുവചനത്തിൽ വായിക്കുന്ന പഴയതുപോലെ തന്നെ വീണ്ടും അവന് രക്ഷപ്പെടാം എന്ന് അവൻ കരുതുക. ഫിലിസ്തീന് മുഴുവൻ അവനെ കെട്ടിയിടുന്ന സമയത്ത് പാവം സാംസൺ ഉണർന്നു കഴിഞ്ഞപ്പോൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ദേ ഞാൻ പണ്ട് രക്ഷപ്പെട്ടതുപോലെ, പണ്ടുണ്ടായിരുന്ന അതേ ശക്തി എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് വിചാരിച്ച് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങിപ്പോവാനായിട്ട് നോക്കുക. പക്ഷേ ഉണർവ് നഷ്ടപ്പെട്ട് ശക്തി ചോർന്നുപോയ ഈ പാവം സാംസന് അവിടെ നിന്ന് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അവൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ശക്തി ചോർത്തിക്കളയുന്ന ഏതെങ്കിലും ചില സൗഹൃദങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടോ എന്നോർക്ക്. ചിലർ നമ്മുടെ ജീവിതത്തിന്റെ ആ മുഴുവൻ ശക്തിയുമാണ് ചോർത്തിക്കളയുക. എൻ്റെ ഒരു സുഹൃത്ത് പറയാണ്, മദ്യത്തിന് വല്ലാത്ത അടിമയായിട്ട് നിൽക്കുന്നവൻ പറയാ, അച്ഛാ എനിക്കിപ്പം മാറാൻ പറ്റുന്നില്ല, എന്തോ ഒരു നൈർമല്യം ഉണ്ടായിരുന്നതായിരുന്നു എന്നറിയോ, പക്ഷെ എൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ ശക്തിയും ഈ സമയത്ത് ചോർന്നു പോയതുപോലെ എനിക്ക് തോന്നാം. സംസാരിക്കാൻ പറ്റണില്ല, കൃപയോടുകൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഈ മകൻ കരയുന്ന സമയത്ത് ഇവൻ പങ്കുവെക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മദ്യത്തിന്റെ ലോകത്തിലേക്ക് എന്നെ കൊണ്ടുപോയത് എൻ്റെ ഒരു സുഹൃത്താ. അവന്റെ ഒരു വിഷമത്തിന് വേണ്ടി കൂടെ പോയിരുന്നതാ. ആദ്യമായിട്ട് മദ്യശാലയിൽ അവനൊരു കമ്പനി കൊടുക്കുന്ന രീതിയിൽ ഞാനും കൂടെ ഇരുന്നതിന്റെ പേരിൽ അന്ന് തുടങ്ങിയ ശീല എൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ ശക്തിയും ഇപ്പൊ ചോർന്നു പോയിട്ട് ആർക്കും വേണ്ടാത്ത ഒരു കറിവേപ്പില പോലെ എൻ്റെ ജീവിതം മാറുന്നു എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. സ്നേഹമുള്ളവരെ, ചില കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ സങ്കടം തോന്നില്ലേ? കൊട്ടാര സദൃശ്യമായ കുടുംബങ്ങളാ, പക്ഷെ ആ ദൈവത്തിന്റെ ശക്തി ഇല്ലാത്തതുപോലെ വലിയ നിരാശയോട് കഴിയുന്ന എത്ര കുടുംബങ്ങളാണ് ഇന്ന് ലോകത്തില്. ശക്തി ചോർന്നു പോയിട്ടുള്ള കുടുംബങ്ങള്. സ്നേഹമുള്ളവരെ, നമ്മുടെ ചില സുഹൃത്തുക്കള് നമ്മുടെ ജീവിതത്തിന്റെ ഈ ശക്തി മുഴുവൻ ചോർത്തിക്കളയും. ചിലപ്പോഴൊക്കെ ഈ വൈദിക ജീവിതത്തിൽ കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അനുഭവിക്കുന്ന ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് ചില ഫോൺ വിളികളാണ്. ചിലർ ഫോൺ വിളിച്ചുകൊണ്ട് നിസാര കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വെറുതെ സമയം കളയുന്നത് പോലെയുള്ള ചില ഫോൺ വിളികൾ ഇങ്ങനെ വരിക. ചിലപ്പോഴൊക്കെ അത് ബോധപൂർവം കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴും പറ്റാത്ത ചില അവസ്ഥകൾ. അങ്ങനെ ഫോൺ വിളികളുടെ എണ്ണം കൂടുമ്പോൾ സംഭവിക്കുന്നത് എന്താ? എൻ്റെ ജീവിതത്തിന്റെ കൃപകൾ ശക്തി ചോർന്നു പോയിക്കൊണ്ടിരിക്കുക. അനേക വർഷത്തിന്റെ ആ കൃപയോടുകൂടെ ദൈവം തന്ന പൗരോഹിത്യത്തിന്റെ ശക്തി ചോർക്കുന്ന സൗഹൃദങ്ങൾ സ്നേഹമുള്ളവരെ ജീവിതത്തിൽ കാണുമ്പോൾ അത് കർത്താവിന്റെ സന്നിധിയിൽ പോയിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ ശക്തി നീ ചോർത്തിക്കളയല്ലേ. ചില സൗഹൃദങ്ങൾ എൻ്റെ ജീവിതത്തിന്റെ ശക്തി ചോർത്തിക്കളയുന്നു, അതുകൊണ്ട് കർത്താവേ നീ എന്ന് പറയുന്ന സുഹൃത്ത് മാത്രം മതി എന്ന് പറഞ്ഞ് സ്നേഹമുള്ളവരെ ചില രാത്രിയുടെ യാമങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ പോയിരുന്ന് കരയേണ്ടി വരിക. തീർക്കാനാവാത്ത രീതിയിലുള്ള ശക്തി ചോർത്തിക്കളയുന്ന ചില മനുഷ്യര്. ഒന്ന് ഓർത്തേൻ, ഞാൻ കാരണം എൻ്റെ സുഹൃത്തിന്റെ ശക്തി ഞാൻ ചോർത്തിക്കളയില്ല എന്ന്. നമ്മൾ കാരണം വഴി തെറ്റിക്കുന്ന രീതിയിലുള്ള ചില സൗഹൃദങ്ങൾ, ചില പ്രണയബന്ധങ്ങളുടെ പേരിലൊക്കെ സങ്കടത്തോടെ കഴിയുന്ന എത്ര കുടുംബങ്ങളാ സ്നേഹമുള്ളവരെ. ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് പറയുന്നത്, നീ കാരണം ആരുടെയും ജീവിതത്തിന്റെ ശക്തി ചോർത്തിക്കളയരുത്, നീ ആരുടെയും മുൻപിൽ ഒരു ദലീലയായിട്ട് അവതരിക്കരുത് എന്നാണ് തിരുവചനം ഓർമ്മിപ്പിക്കുന്നത്. ഒരു വാക്കുമതി, തെറ്റായ ഒരു വാക്കുമതി നിന്റെ സുഹൃത്തിന്റെ ശക്തി ചോർത്തിക്കളയാൻ. വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്ത ഒരു സുഹൃത്തിനെ ഈ ദിവസങ്ങൾ കണ്ടതാ. അവൻ പറഞ്ഞൊരൊറ്റ കാര്യത്തിന്റെ പേരിൽ അവനിങ്ങനെ പറഞ്ഞ് വിതുമ്പിക്കൊണ്ടിരിക്കുക, എടാ ഞാൻ ഇനി കുമ്പസാരിക്കില്ല. ഒരിക്കൽ ഞാൻ കുമ്പസാരിക്കാൻ പോയപ്പോൾ എൻ്റെ ഒരു അച്ഛൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ആ ശക്തി ചോർത്തിക്കളയുന്ന രീതിയിലുള്ള ചില സംഭാഷണങ്ങൾ എനിക്ക് നൽകിയതാ. അതോടുകൂടെ എൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ ശക്തിയും ചോർന്നു പോയി. ഇനി ഞാൻ ഒരിക്കലും ജീവിതത്തിൽ കുമ്പസാരിക്കുകയോ പാപമേറ്റു പറയുകയോ ചെയ്യില്ല എന്ന് പറയുന്ന രീതിയിൽ. സ്നേഹമുള്ളവരെ, ദയവായിട്ട് കർത്താവ് പറയാണ്, ഇതാ നിങ്ങൾ ഒരാളുടെ ശക്തി ചോർത്തിക്കളയുന്ന രീതിയിൽ
ദുഷ്പ്രേരണയ്ക്ക് കൂട്ടു നിൽക്കുകയാണെങ്കിൽ തിരുവചനം പറയുന്നു അവനെ ഇതാ തിരിക്കല്ല് കെട്ടിയിട്ട് കടലിൽ താഴ്ത്തണം. കർത്താവിന്റെ എത്ര ശക്തമായ വചന സ്നേഹമുള്ളവരെ അത്. തിരിക്കല്ല് കെട്ടിയിട്ട് ഒരിക്കൽ പോലും അവനിനി ഉണർന്നു വരരുത്, കടലിന്റെ ആഴത്തിലേക്ക് പോകണം എന്ന തിരുവചന ഭാഗമാണ് പറയുന്നത്. അതുകൊണ്ട് ഓർക്കണം, നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ നമ്മുടെ സുഹൃത്തിന്റെ ശക്തി ചോർത്തിക്കളയുന്നതാക്കരുത് എന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കാം. സാംസന്റെ ജീവിതത്തിന്റെ ശക്തി ചോർന്നു പോയപ്പോൾ അവനൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ ആയി എന്നാ പറയുന്നത്. ഒരു സിംഹത്തിന്റെ ശൗര്യമുണ്ടായിരുന്ന, നാസിർ വൃദ്ധത്തിന്റെ ചൈതന്യമുണ്ടായിരുന്ന സാംസൺ പിന്നീട് ആർക്കും വേണ്ടാത്ത രീതിയിലായി തീർന്നത് പോലെയുള്ള ഒരു ദുരന്തം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? ഓർക്കുക, അത് ഒരു തിരിച്ചറിവിൻ്റെ സന്ധിയാക്കിയിട്ട്, തിരിച്ചറിവിൻ്റെ ഒരു പുലരിയാക്കിയിട്ട് ജീവിതം മാറ്റാനായിട്ട് കർത്താവ് നമ്മളെ സ്നേഹത്തോടെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഈ സാംസന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ പരിക്ക് എന്നുള്ളത് ഈ സൗഹൃദത്തിൽ ഏർപ്പെട്ട സമയം തൊട്ട് അവൻ്റെ ജീവിതത്തിൽ വലിയ അസ്വസ്ഥതകൾ രൂപപ്പെട്ടു എന്നുള്ളതാണ്. സ്നേഹിതരെ, ഒന്ന് വിരൽ ചൂണ്ടി നമ്മളോട് തന്നെ ചോദിച്ചേ, ഈ വിരൽ തുമ്പുകൾ പതുക്കെ എന്നോട് തന്നെ ചോദിച്ചേ, ഞാൻ അസ്വസ്ഥതയുടെ വേലിയേറ്റങ്ങളിലൂടെ കടന്നു പോകുന്നവനാണോ? ഇന്നത്തെ മനഃശാസ്ത്രം നേരിട്ടുകൊണ്ടിരിക്കുന്ന, മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സങ്കടം ഇന്ന് ഒരു ഭൂരിഭാഗം മനുഷ്യരും അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അസ്വസ്ഥതയാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് പരിചിതയായ ഒരു സിസ്റ്റർ ഇങ്ങനെ പറയാം, കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന, വളരെ ശക്തമായ രീതിയിൽ ദൈവത്തിന്റെ കൃപയോടുകൂടെ ജീവിക്കുന്ന ഒരു സിസ്റ്റർ പങ്കുവെക്കുക. ഈ ദിവസങ്ങൾ അച്ഛൻ പ്രാർത്ഥിക്കേണ്ടത് മനസ്സമാധാനമില്ലാത്ത അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് അച്ഛൻ വിശുദ്ധ ബലി ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറയാം. കാരണം അത്രമാത്രം എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അസ്വസ്ഥത ഉള്ളവരുടെ എണ്ണം. എത്രത്തോളം അസ്വസ്ഥതകൾ ഉണ്ടാക്കാമോ അത്രത്തോളം അസ്വസ്ഥതകൾ ഈ ദലീല ഇവന് സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ഈ ഫിലിസ്തീനയുടെ പടയാളികൾ വന്നപ്പോൾ പോലും സാംസന്റെ മനസ്സ് പതറിയിട്ടില്ല. തിരുവചനത്തിൽ ഒരിടത്തും പറയുന്നില്ല, ഇതിന് മുൻപുള്ള സന്ദർഭങ്ങളിൽ ഒരിടത്തും പറയുന്നില്ല സാംസന്റെ മനസ്സ് അസ്വസ്ഥമായി. ഫിലിസ്തീനയുടെ ആ സൈന്യങ്ങൾ വന്നപ്പോൾ അവന്റെ മനസ്സ് അസ്വസ്ഥമായി ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ പറയുന്നത് എപ്പോഴാ? ഈ സുഹൃത്തുമായിട്ടുള്ള ചില ബന്ധങ്ങളിലൂടെ, ദലീലയുമായിട്ടുള്ള ബന്ധത്തിലൂടെ തിരുവചനം പറയാണ്, അവൻ പതുക്കെ അസ്വസ്ഥതയുടെ ലോകത്തിലേക്ക് പ്രവേശിച്ചു, അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി എന്ന് തിരുവചനം. അതുകൊണ്ട് സ്നേഹിതരെ, ബോധപൂർവം ഇന്നോർക്ക്, ചിലര് നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ തീർക്കുന്നവരുണ്ടെങ്കിൽ, ഹെരോദേസ് ആ സമൂഹത്തിന് മുഴുവൻ അസ്വസ്ഥതകൾ കൊടുത്തതുപോലെയുള്ള ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അത്തരം ചില ബന്ധങ്ങൾ സ്നേഹിതരെ നിർത്താനായിട്ട് ഈ തിരുവചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമോ ക്രിസ്തു നൽകുന്ന സമാധാനം പോലെയുള്ള, സ്വസ്ഥത നൽകുന്ന ക്രിസ്തുവിനെ പോലെയുള്ള ചില സുഹൃത്തുക്കളെ സ്നേഹിതരെ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയം തൊട്ട് ജീവിതം ആഘോഷത്തിന്റെ, സ്നേഹത്തിന്റെ ഉത്സവങ്ങളായിട്ട് മാറും. നമ്മുടെയൊക്കെ ജീവിതത്തിലെ അസ്വസ്ഥതകൾ കാരണം നല്ല സുഹൃത്തില്ല എന്നുള്ളതാ. ഇന്നു മുതൽ ഒരു സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ല ചില ഗുരുക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം ചില ഗുരുക്കന്മാരുടെ സൗഹൃദത്തിലൂടെ കടന്നു പോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. എൻ്റെ വികാരിച്ചൻ്റെ സ്നേഹത്തിലൂടെ കടന്നു പോകാൻ പറ്റുന്നു. ബോബി ജോസ് അച്ഛൻ എന്ന് പറയുന്ന ആ ശ്രേഷ്ഠനായ ഗുരുവിൻ്റെ കൂടെ ചിലപ്പോഴെങ്കിലുമൊക്കെ സഞ്ചരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്നു. ഒരു നല്ല സൗഹൃദത്തിൻ്റെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാൻ പറ്റുന്നു എന്നൊക്കെയുള്ളതാണ്. എന്നിട്ട് ഈ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു തരുന്നത്, നീ ഞങ്ങളെക്കാൾ അധികമായിട്ട് ക്രിസ്തു എന്ന് പറയുന്ന സുഹൃത്തിനെ ചേർത്ത് പിടിക്കുക. അവസാന സുഹൃത്തും നിന്റെ ജീവിതത്തിൽ നിന്ന് പാടിയിറങ്ങുമ്പോൾ ക്രിസ്തു എന്ന് പറയുന്ന സുഹൃത്ത് നിന്റെ കൂടെയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സുഹൃത്തിനെ സ്നേഹിതരെ ഇന്ന് കണ്ടെത്തണം എന്നുകൂടിയാണ് ഈ തിരുവചനം പറയുന്നത്. നിന്റെ ജീവിതത്തിൽ അസഹ്യത, അസ്വസ്ഥതകൾ തീർക്കാത്ത സ്വസ്ഥമായ മേച്ചിൻപുറങ്ങളിലേക്ക് ദാവീദ് രാജാവ് പാടുന്നത് പോലെ ഇതാ സ്വസ്ഥതയുടെ പുൽത്തകിടിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സുഹൃത്തിനെ നീ ഇന്ന് കണ്ടെത്തണം. ക്രിസ്തു എന്ന് പറയുന്ന സുഹൃത്തിനെ കണ്ടെത്തുക. ചില ബന്ധങ്ങളെ അത് തട്ടിക്കളയാനായിട്ട് നോക്കുക. തിരുവചനത്തിൻ്റെ അവസാന സമയത്തിലേക്ക് ഏറ്റവും ദുരന്തപരമായ ഒരു വചനം പറയുന്നത് ഇങ്ങനെയാണ്, സാംസന്റെ ഉള്ളില് ദൈവം അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. എത്ര വലിയ ദുരന്ത ആ തിരുവചനത്തിന്റെ അവസാന ഭാഗത്തിൽ പറയുക. ഈ നാസിർ വൃദ്ധത്തിന്റെ ചൈതന്യമൊക്കെ വർഷങ്ങളോളം സൂക്ഷിച്ച മനുഷ്യൻ, അതനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും വ്യാപരിക്കുകയും ചെയ്തവനാ. പക്ഷെ ഈ ചീത്തയായ ബന്ധത്തിലൂടെ അവൻ്റെ ഉള്ളിൽ നിന്ന് ആ ദൈവത്തിൻ്റെ അംശം പടിയിറങ്ങിപ്പോയി. ചിലരുമായുള്ള സൗഹൃദം നമുക്ക് തീർക്കുന്നത് ഈ ഒരു ലോകമാണ്. ചിലർ പറയില്ലേ പ്രാർത്ഥിക്കൊന്നും വേണ്ട. ഇപ്പം ഇറങ്ങിയിരിക്കുന്ന ചില ചിത്രങ്ങൾ പോലും നമ്മളെ സങ്കടപ്പെടുത്തുകയല്ലേ.
ഇറങ്ങുന്ന ചില ചിത്രങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: പ്രാർത്ഥനയ്ക്കൊന്നും ഒരു ആവശ്യമില്ല, എന്തിനാ പ്രാർത്ഥിക്കണം, ആരുടെ ഉള്ളിലെ ദൈവമുള്ള എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കാലങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ഈ കലികാലത്തെ അതിജീവിക്കാൻ. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടൊക്കെയാ തോന്നുന്നത് ഇപ്പോൾ തീരാത്ത മഴ കൊണ്ട് ഒരു പ്രളയത്തിന്റെ സമാനമായ ചില അനുഭവങ്ങളിലൂടെ ലോകം കടന്നു പോകുന്നത്. ദൈവത്തിന്റെ അംശം ആരുടെ ഉള്ളിലും കാണുന്നില്ല. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് ആ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. കർത്താവെ, എൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയല്ലേ. ഈ ആത്മാവ് പോയി കഴിഞ്ഞാൽ സ്നേഹിതരെ പിന്നെ ജീവിതം എന്തിനാ? ചിലരുടെയൊക്കെ വചനം കേൾക്കുമ്പോൾ, വചനപ്രഘോഷണങ്ങൾ കേൾക്കുമ്പോൾ വലിയ സന്തോഷത്തിന്റെ മേഖലയിലൂടെ കടന്നു പോവുക. മറ്റു ചിലരുടെ ആവട്ടെ വല്ലാത്ത നിരാശയുടെയും. കാരണം എന്താ? ചിലര് ആത്മീയതയുടെ ആ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തോടു കൂടെയാണ് വചനം പങ്കുവെക്കുന്നത്. ആ വചനം കേൾക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ഒരു ജ്വലിക്കുന്ന എമൗസ് അനുഭവത്തിലേക്ക് അവർ കടന്നു പോവാം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെട്ടം വേണം. എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയോടുകൂടെ ഇനി അനേകം യുദ്ധങ്ങൾ ജയിക്കുന്ന, സ്നേഹത്തിൻ്റെ വിപ്ലവങ്ങൾ തീർക്കുന്ന ഒരു സൗഹൃദത്തിൻ്റെ വലയം സൂക്ഷിക്കാൻ ദൈവം നമുക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ സുന്ദരിക്കാക്കിക്ക് പറ്റിയ അബദ്ധം പറ്റാതിരിക്കാൻ ചില ചുള്ളിക്കമ്പുകൾ ശേഖരിക്കാതെ അത് കളഞ്ഞ് ഒരു പുതിയ നൈർമല്യത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി. കർത്താവായ ഈശോയെ, അങ്ങ് തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചത് നല്ലൊരു സുഹൃത്തിനെ കണ്ടെത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം വലിയ ദുരന്തത്തിലേക്ക് പോകുന്നു എന്നതാണ്. അങ്ങ് പ്രിയ ശിഷ്യനാക്കി യോഹന്നാനെ തെരഞ്ഞെടുത്തതുപോലെ ഞങ്ങൾക്കും ചില നല്ല സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കാൻ, ഞങ്ങളുടെ ജീവിതത്തിന് നാശത്തിന് കാരണമായ ദൈവത്തിൻ്റെ അംശം നഷ്ടപ്പെടുത്തി കളയുന്ന ചില സൗഹൃദങ്ങളുണ്ടെങ്കിൽ അതുപേക്ഷിക്കാൻ ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഏറ്റവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.